Hi dears, welcome back to our physics class. We are discussing our fifth unit, reflection of light in spherical mirrors. We have discussed many topics related to this unit. Today we are going to take the topic images formed by spherical mirrors. സ്പെരിക്കൽ മിറേഴ്സിൽ ഫോം ചെയ്യുന്ന ഇമാജസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം അല്ലേ, നമ്മളൊരു മിറർ നോക്കുന്ന സമയത്ത്, ഒരു കണ്ണാടി നോക്കുന്ന സമയത്ത് നമ്മുടെ ഇമാജ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിബിംബമാണ് നമുക്ക് മിററിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇതുപോലെ നമ്മൾ പറഞ്ഞു സ്ഫെരിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു കർവ്ഡ് അല്ലേ, ഒരു സ്ഫിയറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നുന്ന മിറേഴ്സാണ് സ്ഫെരിക്കൽ മിറേഴ്സ്. പിന്നെ സ്ഫെരിക്കൽ മിറേഴ്സിൽ എങ്ങനെയാണ് ഇമാജസ് ഫോം ചെയ്യുന്നത്, അതായത് കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും എങ്ങനെയാണ് ഇമാജ് ഫോം ചെയ്യുന്നത്, ഏതൊക്കെ പൊസിഷനിലാണ് ഇമാജ് നമുക്ക് കിട്ടുന്നത്, അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇമാജ് ഫോർമേഷൻ്റെ അല്ലെങ്കിൽ ഇമാജ് ഫോം ചെയ്യുന്ന പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ആക്ടിവിറ്റി എന്താണ് പറയുന്നത്? Let us try to understand the position, nature and size of an image formed by objects kept at a different position in front of a concave mirror. ഈ കോൺകേവ് മിററിൻ്റെ ഫ്രണ്ടിലായിട്ട് പല പൊസിഷൻസിൽ നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമാജ് ഫോം ചെയ്യുമ്പോൾ ആ ഇമാജിൻ്റെ പെക്യുലാരിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ആ ഇമാജിൻ്റെ സൈസ് എങ്ങനെയാണ്, ആ ഇമാജിൻ്റെ നേച്ചർ, ആ ഇമാജിൻ്റെ പൊസിഷൻ എവിടെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിനായിട്ട് വേണ്ട സെറ്റപ്പാണ് നെക്സ്റ്റ് പറയുന്നത്. ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ ഓൺ എ ടേബിൾ. ഒരു ടേബിളിൻ്റെ മുകളിൽ നമ്മളൊരു ഇവിടെ കൊടുത്ത് കണ്ടോ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചത് കണ്ടോ, ഇതുപോലെ വരയ്ക്കുക. ഫിക്സ് എ കോൺകേവ് മിറർ ഓഫ് നോൺ ഫോക്കൽ ലെങ്ത് ഓൺ എ സ്റ്റാൻഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കൽ ലെങ്ത് അറിയാവുന്ന ഒരു കോൺകേവ് മിററിനെ ഒരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യുക. ദെൻ ഈ മാർക്ക് ദ സെൻറ്റർ ഓഫ് ദി കർവേച്ചർ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദി ലൈൻ. ഈ ഒരു നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ലൈനിൽ എവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ വരിക, അതുപോലെ എവിടെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് വരിക എന്നതിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടോ, ദിസ് ഈസ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദിസ് ഈസ് എഫ്. ആൻഡ് പ്ലേസ് ലൈറ്റൻഡ് candle on the principal axis at a small distance from the center of curvature. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് അടുത്തായിട്ട് ഒരു കത്തുന്ന മെഴുകുതിരി കൊണ്ടുവെക്കുക. ആൻഡ് പ്ലേസ് എ സ്ക്രീൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ ആൻഡ് അഡ്ജസ്റ്റ് ഇറ്റ്സ് പൊസിഷൻ സോ ആസ് ടു ഗെറ്റ് എ ക്ലിയർ ഇമേജ് ഓഫ് ദി കാൻഡിൽ ഓൺ ദി സ്ക്രീൻ. ഇനി നമ്മളിവിടെ ഒരു സ്ക്രീന് കണ്ടോ, ഇത് കണ്ടോ ഒരു സ്ക്രീന്, ഇതിലാണ് ഇതിൻ്റെ ഇമാജ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഇമാജ് നമുക്ക് കിട്ടുന്നത് ഈ സ്ക്രീനിനകത്താണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അതിൽ ക്ലിയർ ആയിട്ട് ഇമാജ് കിട്ടുന്ന രീതിയിൽ ആ പൊസിഷനിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ളത് ക്യാൻഡിൽ വെച്ചിട്ടുള്ളത് സീൻ്റെ കുറച്ച് ഇപ്പുറത്താണ്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ഈ ക്യാൻഡിലാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, ഇമാജ് ഫോം ചെയ്താൽ നമുക്ക് കിട്ടും, ഈ ക്യാൻഡിലിൻ്റെ ഇമാജ് ഫോം ചെയ്തത് കിട്ടുന്നത് ഈ സ്ക്രീനിലാണ്. ഈ സ്ക്രീന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പല പൊസിഷനിലായിരിക്കും ഇമാജ് കിട്ടുക. അത് എവിടെയാണെന്ന് നമ്മൾ ഈ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൽ കണ്ടുപിടിച്ചിട്ട് ഈ സ്ക്രീനിനകത്ത് ആ ഇമാജ് വരുത്തണം. ഓക്കെ, അതിനാണ് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് ഏത് പൊസിഷനിലാണ് നമുക്ക് ക്ലിയർ ഇമാജ് കിട്ടിയത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ കിട്ടിയിട്ടുള്ള ഇമാജ് നിവർന്നത്, അതായത് മെഴുകുതിരി കത്തുന്ന ഭാഗം മേലെ ആയിരിക്കുമല്ലോ. ഇൻവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല കീഴായത് പറഞ്ഞാൽ ആ കത്തുന്ന ഭാഗം താഴെയായിരിക്കും, മെഴുകുതിരിൻ്റെ ആ ഒരു മെഴുകിൻ്റെ പൊസിഷൻ മുകളിലായിരിക്കും. ഇസ് ദ ഇമാജസ് ഡിമിനിഷ് ഓർ മാഗ്നിഫൈഡ്? നമുക്ക് കിട്ടുന്ന ഇമാജ് സ്മോൾ, ഡിമിനിഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഴുകുതിരിനേക്കാളും ചെറുതാണോ, മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ
അല്ലെങ്കിൽ ഈ നമ്മൾ വെച്ചിട്ടുള്ള ഈ മെഴുകുതിരി എന്ന ഒബ്ജക്റ്റിനേക്കാൾ വലുതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറെൻ്റ് പൊസിഷനിൽ ഈ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഡിഫറെൻ്റ് പൊസിഷനിൽ തന്നെയാണ് നമുക്ക് ഇമാജും കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വെച്ചിട്ടുള്ളത് സിക്ക് അപ്പുറമാണ്. ഇനി നമ്മൾ ഈ ടേബിളിനകത്ത് കൊടുത്ത എല്ലാ പ്ലേസുകളിലും ഈ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമാജ് എവിടെയാണ് കിട്ടുന്നത് എന്നാണ് ഈ കോളത്തിൽ എഴുതാനുള്ളത്. ആ കിട്ടുന്ന ഇമാജിൻ്റെ ഫീച്ചേഴ്സാണ് നെക്സ്റ്റ് കോളത്തിൽ എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈൻഡിങ്സ് ആണ് ഈ ഒരു ടേബിളിനകത്ത് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, അറ്റ് ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഈ മെഴുകുതിരിനെ വെക്കുന്നതെങ്കിൽ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനന്തതയിൽ എന്നൊക്കെ പറയില്ല, അതായത് വളരെ ദൂരം കൊണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇമാജ് കിട്ടുന്നത് ഈ എഫിലായിരിക്കും. അതായത് ഈ സ്ക്രീന് എഫിൽ കൊണ്ടുവയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ല ഇമാജ്, ഈ ഒരു മെഴുകുതിരിൻ്റെ ഇമാജ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടുന്നത്. ആൻഡ് ഇങ്ങനെ കിട്ടുന്ന ഇമാജിൻ്റെ ഫീച്ചേഴ്സ് റിയൽ, യഥാർത്ഥമാണ്, ഇൻവേർട്ടഡ്, തല കീഴായതായിരിക്കും, സ്മോൾ, ഇവിടെ ഡിമിനിഷ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ സ്മോൾ എന്ന് എഴുതുക കേട്ടോ. ഡിമിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തിട്ടുള്ള ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും. നെക്സ്റ്റ്, ബിയോണ്ട് സി, നമ്മൾ സിക്ക് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബിറ്റ്വീൻ എഫ് ആൻഡ് സി, ഇവിടെ കൊടുത്തു കണ്ടോ. അപ്പോൾ സിക്ക് അപ്പുറമാണ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ കിട്ടിയിട്ടുള്ള ഇമാജ് എവിടെയാണ്, സിക്കും എഫിനും ഇടയിലുള്ള ഈ രണ്ടാമത്തെ പൊസിഷനാണ് ഈ പിക്ചറിൽ ഷോ ചെയ്തിട്ടുള്ളത്. നോക്കൂ, സിക്ക് അപ്പുറമാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, ഇമാജ് ഫോം ചെയ്തിട്ടുള്ള എവിടെയാണ്, സിക്കും എഫിനും സെൻറ്ററിൽ, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഓക്കെ, ആൻഡ് ദ ഫീച്ചേഴ്സ് ഈസ് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, അതുപോലെ തന്നെ ഡിമിനിഷ്ഡ്, ബ്രാക്കറ്റിൽ സ്മോൾ എന്ന് എഴുതുക. ഓക്കെ, ഡിമിനിഷ്ഡിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, അറ്റ് സി, ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റിന് എടുത്തിട്ട് സിയിലാണ് വെക്കുന്നത്, മെഴുകുതിരിന് സിയിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇമാജിൻ കിട്ടുന്നത് എവിടെയായിരിക്കും, ഈ സ്ക്രീന് നമ്മൾ സിയിൽ വെക്കുമ്പോൾ തന്നെ ആയിരിക്കും നമുക്ക് ഇമാജും കിട്ടുന്നത്. ദ ഫീച്ചേഴ്സ് ഓഫ് ഇമാജ് ഈസ് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് സെയിം സൈസ് ആയിരിക്കും. ഓക്കെ, ഈ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ കാൻഡിലിൻ്റെ സെയിം സൈസ് തന്നെയായിരിക്കും സിയിൽ നമ്മൾ ഈ കാൻഡിലിനെ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമാജ്. സോ സെയിം സൈസ് എന്ന് എഴുതാം. നെക്സ്റ്റ്, 4, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, എഫിനും സിക്കും ഇടയിൽ. ഇനി നമ്മൾ ഈ മെഴുകുതിരിനെടുത്തിട്ട് ഈ സിൻ്റെയും എഫിൻ്റെയും നടുവിൽ വെക്കുന്ന സമയത്ത്, ഇടയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇമാജ് ബിയോണ്ട് സി ആയിരിക്കും. സിക്ക് അപ്പുറമാണ് ഇമാജ് കിട്ടുക. ഓക്കെ, ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇമാജ് കിട്ടുന്നത് ബിയോണ്ട് സി, സിക്ക് അപ്പുറമായിരിക്കും. ആൻഡ് ദ ഫീച്ചേഴ്സ് ഈസ് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ് എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ ബിഗ് എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് മീനിങ്. ആൻഡ് 5th വൺ, അറ്റ് എഫ്. ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റ്, അതായത് ഈ കാൻഡിലിനെ നമ്മൾ വെക്കുന്നത് എഫിലാണ്. ഓക്കെ, എഫിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇമാജ് കിട്ടുന്നത് ഇൻഫിനിറ്റി, അനന്തതയിലാണെന്നാണ് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തെന്ന് പോകുന്ന ലൈൻസ് എല്ലാം പാരലൽ ആയതുകൊണ്ട് ഒരു പാരലലായിട്ട് ഇങ്ങനെ സമാന്തരമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇമാജ് എവിടെയാണ് കൃത്യമായിട്ട് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇമാജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവിടെയാണ് ഇമാജ് കിട്ടുക എന്നുള്ളത് നമ്മൾ ഇനി റേസ് വെച്ച് വരക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ചെയ്യാണ്ട ആക്ടിവിറ്റി അപ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അതായത് ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ ഇൻസിഡൻറ്റ് റേസ് വന്നാൽ ഒരുപാട് ഇൻസിഡൻറ്റ് റേസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഒരുപാട് രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ആ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേസ് എല്ലാം കൂട്ടിമുട്ടുന്ന ഭാഗത്താണ് ഇമാജ് ശരിക്കും ഫോം ചെയ്യുക. നമ്മൾ റേസ് വെച്ചിട്ട് വരക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇവിടെ പാരലലായിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സമാന്തരമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെവിടെയും കൂട്ടിമുട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക്
ഇമാജ് എവിടെയാണെന്ന് കൃത്യമായി പറയാൻ കഴിയാത്തത്. അതുകൊണ്ട് നമ്മൾ ഇൻഫിനിറ്റി അനന്തതയിലാണെന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഇനി നമ്മൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോളാണ് അല്ലേ. അപ്പോൾ എഫിനും പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫിനും പിക്കും ഇടയിൽ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഈ ക്യാൻഡിൽ വെക്കുന്നു. അപ്പം നമുക്ക് ഇമാജ് കിട്ടുന്നത് എവിടെയാണ്? ഈ ബാക്ക് ഓഫ് ദി മിറർ. ഈ മിററിൻ്റെ ബാക്കിലാണ് നമുക്ക് ഇമാജ് കിട്ടുന്നത്. ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമാജ് ഈസ് ഓർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇമാജ് ഈസ് വിർച്വലാണ്, അതായത് മിഥ്യയാണ്, നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇറക്റ്റ്, ഇതെല്ലാം ഇൻവേർട്ടഡ് തല കീഴായതാണ്. പക്ഷേ ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ വെക്കുമ്പോൾ ഇറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവർന്നതാണ്. ആൻഡ് മാഗ്നിഫൈഡ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ബിഗ് എന്ന് എഴുതുക കേട്ടോ, വലുത് എന്ന മീനിങ്ങിൽ. നെക്സ്റ്റ് ടോപ്പിക് റേ ഡയഗ്രാം ഓഫ് സ്ഫെരിക്കൽ മിറേഴ്സ്. അപ്പം നമ്മൾ തൊട്ട് മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റേ ഡയഗ്രാം വരക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. പിന്നെ റേ ഡയഗ്രാം വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ലൈറ്റ് അടിക്കുന്ന സമയത്ത് അതിന് ഇൻസിഡൻ്റ് ചെയ്യുന്ന റേസ് അല്ലേ പല സ്ഥലത്ത് കൂടെ ഇതിൽ ഈ മിററിൽ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. എന്നിട്ട് അതെങ്ങനെയാണോ ഇൻസിഡൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ആംഗിളിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരുപാട് റേസ് ഉണ്ടാകുമ്പോൾ നമുക്കത് എങ്ങനെയാണ് വരിക എന്നൊക്കെ പറയാൻ അല്ലെങ്കിൽ നമുക്കൊരു ചിത്രത്തിൽ കാണിക്കാൻ എന്താണ് ഡിഫിക്കൽട്ടിയാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിൽ 2 റേസ്, അതായത് ഒന്ന് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് മാത്രം മാർക്ക് ചെയ്യും, പിന്നെ നമ്മൾ ഇൻസിഡൻറ്റ് റേ അതുപോലെ റിഫ്ലക്റ്റഡ് റേ, ഇത് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു പിക്ചറിനകത്ത് അത് ക്ലിയർ ആണ്. നോക്കൂ, ഇതൊരു കോൺകേവ് മിററാണ് അല്ലേ കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഓൺലി 2 റേസ് അല്ലെങ്കിൽ 2 റേസ് മാത്രമേ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് ഇൻസിഡൻറ്റ് റേ ആണ്, ഒന്ന് റിഫ്ലക്റ്റഡ് റേ ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ ഒ എ എന്ന് പറയുന്നതാണ് ഇൻസിഡൻറ്റ് റേ. ആൻഡ് സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സി എ ഇസ് ദ നോർമൽ ഡ്രൗൺ അറ്റ് എ. എന്ന് നമ്മൾ വരച്ചിട്ടുള്ള നോർമലാണ് ഈ സി എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡ്രോ ദ പാത്ത് ഓഫ് ദി റിഫ്ലക്റ്റഡ് റേ ഓഫ് ലൈഫ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇനി നമ്മളോട് ഇതിൽ ഒരു റിഫ്ലക്റ്റഡ് റേ വരച്ചു കൊടുക്കാനാണ് പറയുന്നത്. അതായത് ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ആർ ഇൻ ദി സെയിം പ്ലെയിൻ. പിന്നെ അതുപോലെ രണ്ടാമത് പറഞ്ഞത് എന്തായിരുന്നു? ഇൻസിഡൻറ്റ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദി റിഫ്ലക്റ്റഡ് ആംഗിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ റിഫ്ലക്റ്റഡ് റേ എങ്ങനെ വരക്കാം? ഇങ്ങനെ അല്ലേ. അതായത് ഈ ഒരു ആംഗിൾ എത്രയാണോ അത് തന്നെ മെഷർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വരക്കുക. ഓക്കെ, വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്റ്റഡ് റേ എത്രയാണെന്ന് കിട്ടും. നിങ്ങൾ പ്രൊട്രാക്ടർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ എ നമുക്കിതിന് ബി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ എ ബി എന്ന് പറയുന്നതാണ് എന്ത്? എ ബി എന്ന് പറയുന്നതാണ് എന്ത്? റിഫ്ലക്റ്റഡ് റേ. അതുപോലെ ഡിഫറെൻ്റ് പൊസിഷനിലൂടെ ഇൻസിഡൻ്റ് ചെയ്യുന്ന റേസ് എങ്ങനെ ഏതെല്ലാം പാത്തിലൂടെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് എന്നും നമുക്ക് ഈ റേ ഡയഗ്രാം, ഇതാണ് റേ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഡിഫറെൻ്റ് പൊസിഷനിലൂടെ ഇൻസിഡൻ്റ് ചെയ്യുന്ന റേസിൻ്റെ റിഫ്ലക്റ്റഡ് റേസ് നമുക്ക് ഈ റേ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് വരക്കാൻ കഴിയും എന്നതാണ്. അതായത് we can draw the reflected rays of light incident at a different point of a concave mirror or a convex mirror based on law of reflection. ഈ ലോ ഓഫ് റിഫ്ലക്ഷൻ്റെ ബേസിൽ നമുക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ കോൺകേവ് മിററിലായാലും കോൺവെക്സ് മിററിലായാലും ഇൻസിഡൻ്റ് ചെയ്യുന്ന റേസിനെയും റിഫ്ലക്റ്റഡ് റേസിനെയും കാണിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്കൊരു ആക്ടിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഈ ആക്ടിവിറ്റിയിൽ ഇൻസിഡൻ്റ് റേ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡാർക്കൻ ചെയ്ത് വരച്ചിട്ടുള്ളത് ഞാൻ ഫില്ല് ചെയ്തതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ 2 റേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു റേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാണ്.
പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഡിഫറെൻ്റ് പോയിന്റിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേസിന് നമ്മൾ റിഫ്ലക്റ്റഡ് റേസ് എങ്ങനെ വരും എന്നത് ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഇതിപ്പോൾ നോക്കൂ, ഈ ഡാർക്കൺ ചെയ്തത് ഞാൻ ഫില്ല് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ ഈ ഒരു ഇൻസിഡൻറ്റ് റേ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞു തരാം, അതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരക്കുക കേട്ടോ. ഫസ്റ്റ്, റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ മിറർ ആൻഡ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. അതായത് ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഇൻസിഡൻ്റ് ചെയ്യുന്ന റേ, അങ്ങനെയാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക ഏതിലൂടെയാണ്? യെസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ എഫ്, അതിലൂടെയാണ് പോകുന്നത്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ എങ്ങനെയാണ്? നമുക്കതുപോലെ ഈ കോൺകേവ് മിററിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ആയി തോന്നുന്നു എന്നാണ് നമ്മൾ കോൺവെക്സ് മിററിൻ്റെ കേസിൽ പറയാറ്. അതായത് മുഖ്യ ഫോക്കസിലൂടെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, നെക്സ്റ്റ്, റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ മിറർ. അതായത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് റിഫ്ലക്റ്റഡ് റേ വരക്കേണ്ടത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോകുന്നത് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഫോക്കസിലൂടെയാണ് അത് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് എങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് കടന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലേസിൻ്റെ കേസിലും റേ ഓഫ് ലൈറ്റ്സ് ഇൻസിഡൻറ്റ് ഓൺ എ മിറർ ആൻഡ് ഡയറക്റ്റഡ് ടു ദി പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, നോക്കൂ, ഇവിടെ കൊടുത്ത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ റിഫ്ലക്റ്റഡ് റേ. ഇതാണ് നിങ്ങളവിടെ ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ത്രൂ ദി സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതും ഏതിലൂടെയാണ്? സെയിം പാത്തിലൂടെയാണ്. ഓക്കെ, അതായത് ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെയാണത്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് റിഫ്ലക്റ്റഡ് റേൻ്റെ ആരോട്ട് കൊടുക്കുക. ആൻഡ് റേ ഓഫ് ലൈറ്റ് ഡയറക്റ്റഡ് ടു ദി സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ. കോൺവെക്സ് ലെൻസിൻ്റെ കേസിലാണെങ്കിലും എന്താണ്? സെയിം പാത്തിലൂടെ. അപ്പോൾ ഇവിടെ ഒരു ആരോട്ട് കൊടുക്കുക. സെയിം പാത്തിലൂടെ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഇനി റേ ഓഫ് ലൈറ്റ് ഫാളിങ് ഒബ്ലിക്വലി അറ്റ് ദി പോള്, അതായത് പോളിലൂടെ ചെരിഞ്ഞ് പതിക്കുന്ന റേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോളിൽ വന്ന് ഇൻസിഡൻ്റ് ചെയ്യുന്ന റേ എന്താണ്? ഇവിടെ സെയിം ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഇവിടെ എത്രയാണോ ഇൻസിഡൻ്റ് ആംഗിൾ, ആ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഓക്കെ, കോൺവെക്സ് ലെൻസിൻ്റെ കേസിലും ഞാൻ വരച്ചപ്പോൾ ആംഗിളിൽ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇവിടെ സെയിം ആംഗിളിലാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ശ്രദ്ധിക്കുക, ഈ റേ ഡയഗ്രാം വരക്കുന്ന സമയത്ത് നമ്മൾ നോർമലും കൂടി വരയ്ക്കണം. ഓക്കെ, ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ പെൻസിൽ കൊണ്ട് ഡോട്ടഡ് ലൈൻസ് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ നോർമൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നോർമൽ എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ലൈനിൽ കൂടി തന്നെയാണ് വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്നാണ് നോർമൽ, പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന്, അതായത് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് മിററിലേക്ക് വരക്കുന്നതാണ് നോർമൽ. അപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അവിടുന്ന് സെൻറ്റർ ഓഫ് കർവേച്ചർക്ക് വരക്കുന്നത് സെയിം ലൈൻസിലൂടെ തന്നെ കടന്നു പോകും. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് നോർമൽ വരക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസ് തന്നെയാണ് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് when a ray of light falls obliquely at the pole, the principal axis itself is the normal. Hence, you don't have to draw another normal. Okay. Next, നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള റേ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മളോട് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇന്ന്
സ്ഫെറിക്കൽ മിറേഴ്സിൽ എങ്ങനെയാണ് ഇമാജ് ഫോം ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്തത്. ദെൻ റേ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ റിഫ്ലക്റ്റഡ് റേ, ഇൻസിഡൻറ്റ് റേ, നോർമൽ എല്ലാം നമ്മൾ പിക്ചറൈസ് ചെയ്യുന്നത് എന്നും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.